ആപ്പിളിന്റെ ഐപാഡിന് എതിരാളിയായിട്ട് ആൻഡ്രോയിഡിൽ നിന്ന് വരുന്ന ഒരു ടാബ്ലറ്റ്. അങ്ങനെയാണ് ഞാൻ വൺപ്ലസിന്റെ വൺപ്ലസ് പാഡ് 4 നോക്കി കാണുന്നത്. കാരണം ഞാൻ ആപ്പിളിന്റെ ഐപാഡ് അടുത്തൊരു സെക്കൻഡ് ഹാൻഡ് മേടിച്ചിരുന്നു, M1 ചിപ്പിന്റെ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നേരത്തെ തന്നെ ആൻഡ്രോയിഡിൽ സാംസങ്ങിന്റെ, ഷവോമിയുടെ, അതുപോലെ ഈവൻ ഇൻഫിനിക്സിന്റെ ഒക്കെ ടാബ്ലറ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഐപാഡ് ആണോ എന്ന് തോന്നിപ്പിക്കുന്ന ടാബ്ലറ്റ് ഞാൻ ആൻഡ്രോയിഡിൽ കണ്ടിട്ടുള്ളത് അത് വൺപ്ലസിന്റെ ടാബ്ലറ്റ് ആണ്. അത്തരത്തിൽ വൺപ്ലസ് ഇതുവരെ 4 മേജർ ആയിട്ടുള്ള ടാബ്ലറ്റുകൾ പുറത്തിറക്കിയിരിക്കുന്നു. 4ാമത്തെ സീരീസ് ആണ് വൺപ്ലസ് പാഡ് 4. ഇതിനിടയിൽ കുറച്ചുകൂടി ഫ്ലാഗ്ഷിപ്പ് ലെവൽ അല്ലാത്ത ചില പാഡ് ഗോ സീരീസ് ടാബ്ലറ്റുകളും വൺപ്ലസ് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് വൺപ്ലസ് ഇതുവരെ പുറത്തിറക്കിയിരിക്കുന്ന എല്ലാ ടാബ്ലറ്റുകളും നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ ഏറ്റവും പുതിയ ടാബ്ലറ്റ് ആണ് വൺപ്ലസ് പാഡ് 4. നോക്കി, വളരെ സ്ലിം പ്രൊഫൈലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 5.94 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ തിക്നെസ്. ഒരു പേനയെക്കാളും കനം കുറവാണെന്ന് ചുരുക്കം. വളരെ ബ്ലേഡ് പോലെ ഇരിക്കുന്ന ഒരു കിടിലൻ സ്ലിം ആയിട്ടുള്ള ടാബ്ലറ്റ് ആണ് ഈ ഒരു വൺപ്ലസ് പാഡ് 4. അതുപോലെ ഇതിന്റെ ഡിസൈനിലും ഉണ്ട് പ്രത്യേകത. യൂണിബോഡി മെറ്റാലിക് ഡിസൈൻ ആണ്. മൊത്തത്തിൽ ഒറ്റ ചാസിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ കംപ്ലീറ്റ് മെറ്റാലിക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ തിൻ. ഇതുവരെ ഇത്രയും തിന്നായിട്ടുള്ള ടാബ്ലറ്റുകൾ അധികം ഞാൻ കണ്ടിട്ടില്ലെന്ന് വേണം പറയാം. നോക്കി, വലത് സൈഡിൽ ഇതുപോലെ സ്പീക്കറിന്റെ വെന്റുകളും ടൈപ്പ് സി പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിലും സ്പീക്കർ വെന്റുകൾ കാണാം. പവർ ബട്ടൺ ഈ ഇടത് സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ വോളിയം റോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് പോഗോ പിൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവരുടെ തന്നെ കീബോർഡ് ആക്സസറി ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ വൺപ്ലസ് സ്റ്റൈലോ പ്രോ എന്ന് പറഞ്ഞ പേരിൽ അവർ ഒരു സ്റ്റൈലസ് പെന്നും കൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് ഈ ഒരു പാഡ് 4 മാത്രമായിട്ട് പുറത്തിറക്കിയ സ്റ്റൈലോ കൂടിയാണ്. ബാക്കിലായിട്ട് 2 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് വലിയ വെയിറ്റ് ഒന്നുമില്ല, 672 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഈ വോളിയം റോക്കേഴ്സ് ഒക്കെ ഈ സൈഡിലാണ്. പവർ ബട്ടൺ അതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല. മറുവശത്തായതുകൊണ്ട് തന്നെ നമ്മൾ അബദ്ധവശാൽ പോലും വോളിയം കൂട്ടുമ്പോഴൊന്നും പവർ ബട്ടണിൽ പ്രസ് ചെയ്യില്ല. അപ്പോൾ മൊത്തത്തിൽ ഡിസൈൻ വൈസ് അടിപൊളി. ഇവിടെ വൺപ്ലസിന്റെ ലോഗോ ഒക്കെ നമുക്ക് കാണാം. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 13.2 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഗെയിമിംഗ് ലാപ്ടോപ്പുകളും അതുപോലെ പവർഫുൾ ഗെയിമിംഗ് ടാബ്ലറ്റുകളൊക്കെ LCD ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എടുത്തൊരു കാര്യം പറയട്ടെ, LCD ഡിസ്പ്ലേ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ LCD ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് തോന്നില്ല. ഒരു AMOLED ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് LCD ഡിസ്പ്ലേ ആണെങ്കിൽ. സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഇതിന്റെ റെസൊല്യൂഷൻ വന്നിട്ട് 3.4K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് വൺപ്ലസ് നൽകിയിരിക്കുന്നത്. ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ. അതുപോലെ തന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ടാബ്ലറ്റിന് വൺപ്ലസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയും നല്ല ഒരു ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള റെസ്പോൺസ് ഡിസ്പ്ലേ നൽകുമെന്ന് ചുരുക്കം. മാത്രമല്ല 1000 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. എപ്പോഴും നമ്മൾ ഇത്തരം ടാബ്ലറ്റ് ഒക്കെ ഇൻഡോർ പർപ്പസിനാണ് അല്ലേ. ഫോൺ പോലെ നമ്മൾ പുറത്തിരുന്ന് ഉപയോഗിക്കാറില്ല ടാബ്ലറ്റ്. എപ്പോഴും റൂമിനുള്ളിലൊക്കെ വെച്ചായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 8 ബിറ്റ് അല്ല, 10 ബിറ്റ് അല്ല, 12 ബിറ്റ് ഡിസ്പ്ലേ ആണ് വൺപ്ലസ് ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡോൾബി വിഷന്റെ സപ്പോർട്ടും എല്ലാം ഈ ഒരു ടാബ്ലറ്റിന് വൺപ്ലസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ AMOLED അല്ല എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ടോപ്പാണ്, ടോപ്പിനും മുകളിലാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ 3.5K റെസൊല്യൂഷൻ അതൊന്നും ഒരു സ്മാർട്ട് ഫോണിൽ പോലും അത്രയും ഹൈ റെസൊല്യൂഷൻ ഒന്നും വന്നിട്ടില്ല. ഇവിടെ അത്രയും ഹൈ റെസൊല്യൂഷൻ ആണ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എല്ലാം പീക്ക് ആണെന്ന് പറയേണ്ടി വരും. അടുത്തായിട്ട് ഇതിന്റെ പെർഫോമൻസ്. വൺപ്ലസിന്റെ ഇതുപോലുള്ള നേരത്തെയുള്ള ടാബ്ലറ്റ് ഒക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് വൺപ്ലസ് ഈ ഒരു ടാബ്ലറ്റിന് അത്രയും ടോപ്പ് പ്രോസസർ കൊടുക്കുന്നത് എന്ന്. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല. പാഡ് 4 ഇന്നുവരെ ലഭ്യമായിട്ടുള്ള വെച്ച് ഏറ്റവും പവർഫുൾ പ്രോസസർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 എന്ന് പറയുന്ന പ്രോസസർ, അതായത് വൺപ്ലസിന്റെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള OnePlus 15 ഉപയോഗിച്ചിരിക്കുന്ന സെയിം പ്രോസറാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 4.1 മില്യൺ AnTuTu സ്കോറൊക്കെയാണ് ഈ പ്രോസറിന് ലഭിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഒരു ടാബ്ലറ്റിൽ ഇത്രയധികം പവർഫുൾ പ്രോസർ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാനാണെങ്കിൽ കുറച്ചും കൂടി ഒരു മിഡിൽ പെർഫോമൻസ് ഉള്ള ഒരു പ്രോസർ ഉള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും ഞാൻ കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ നോക്കുക. പക്ഷേ ഇവിടെ ഹയർ പെർഫോമൻസ് പ്രോസറാണ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിനും അതുപോലെ നിരവധി AI ഫീച്ചറുകൾ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നല്ല പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പവർഫുൾ പ്രോസർ തന്നെ വേണം. അപ്പോൾ പെർഫോമൻസ് വൈസ് യാതൊരു കുറവും വരുത്തരുത് എന്ന് വൺപ്ലസ് അവരുടെ ടാബ്ലറ്റുകളിൽ കാണുന്നത് കൊണ്ടാവണം ഇത്രയും പവർഫുൾ പ്രോസർ കൊടുക്കുന്നത്. 12GB റാം ആണ് ഇതിനകത്ത് മാക്സിമം കിട്ടുന്നത്. 512GB ഇന്റേണൽ സ്റ്റോറേജും ലഭിക്കുന്നുണ്ട്. അതുപോലെ റാം ടൈപ്പ് വന്നിട്ട് LPDDR5X സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 4.1 നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഡിവൈസിലാണ് BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അൾട്രാ എക്സ്ട്രീമിൽ
ഗെയിം പ്ലേ സാധ്യമാണ്. ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ സ്മാർട്ട് ഫോണിൽ ഗെയിം കളിച്ചവർക്ക് ടാബിലേക്ക് വരുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ടാബിൽ കളിച്ച് പരിചയമുള്ളവർക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ലഭിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു മികച്ച പെർഫോമൻസ് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ 13380 13,380 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 80 വാട്ടിന്റെ ചാർജറും ബോക്സിനകത്ത് തന്നെ OnePlus നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ ഒരു ബാറ്ററി കപ്പാസിറ്റി. സാധാരണ ടാബ്ലറ്റിന് ഈ പറഞ്ഞ ഒരു 10,000 mAh ആണ് സാധാരണ കണ്ടുവരുന്നത്. 7,000 mAh മുതലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 13,380 mAh കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് OnePlus എന്തായാലും ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിരിക്കുന്നത്. ഇനി ക്യാമറയെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ 13 മെഗാ പിക്സലിന്റെ ഒരു സിംഗിൾ ക്യാമറ, ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഒരു 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുമാണ് കൊടുത്തിരിക്കുന്നത്. ടാബ്ലറ്റിനകത്ത് ക്യാമറകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ എപ്പോഴും ഡോക്യുമെന്റിലൊക്കെ സ്കാൻ ചെയ്ത് PDF ഒക്കെ അയക്കാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഇവിടെ സെൽഫി ക്യാമറ വന്നിട്ട് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. ഈ രണ്ട് പർപ്പസിനും വേണ്ടിയിട്ടുള്ള ക്യാമറകളാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് ആദ്യത്തെ OnePlus ടാബ് തൊട്ടേ ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. കിഡിലും സൗണ്ട് ക്വാളിറ്റിയാണ്. ഇതിനകത്ത് 8 സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. 4 വൂഫേഴ്സും 4 ട്യൂറ്റേഴ്സും ചേർന്നുള്ള 8 സ്പീക്കറിൻ്റെ ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി സൗണ്ട് ക്വാളിറ്റി. നമുക്കിത് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം മേടിച്ചാലും വർത്താന്ന് പറയേണ്ടത്. കാര്യം ഒരു എന്താ പറയുക, ഒരു സ്റ്റീരിയോ സെറ്റപ്പ് സ്പീക്കറൊക്കെ ഇല്ലേ, അതുപോലുള്ള അമ്മാതിരി സൗണ്ട് ക്വാളിറ്റിയാണ് ഇത് നൽകുന്നത്. സിനിമയെ കാണാൻ അടിപൊളിയായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Oxygen OS 16 ആണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 16 ആണ് ഈ ഒരു ടാബ്ലിനകത്ത് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് ബ്ലോട്ട്വെയർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു പ്രീമിയം ആപ്പ് ഉള്ളത് ലിങ്ക്ഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് മാത്രമാണ്. വേറെ എല്ലാം സാധാരണ കാണുന്ന ഗൂഗിളിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളൂ. പിന്നെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ബ്ലോട്ട്വെയർസുകൾ ഒന്നും തന്നെ ഇല്ല. എപ്പോഴും Oxygen OS നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ്. മാത്രമല്ല 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഇപ്പോൾ Android 16 ആണ്, Android 19 വരെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ടാബ്ലറ്റിന് ലഭിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 6 ആണ് കൊടുത്തിരിക്കുന്നത്, Wi-Fi 7 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ടോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നമുക്ക് മൾട്ടി ടാസ്കിംഗ് നല്ല രീതിയിൽ സാധ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നു എന്നിരിക്കട്ടെ, അതിനുശേഷം നമ്മൾ 2 വിരലുകൊണ്ട് നടുക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ആപ്ലിക്കേഷൻ കൂടി നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 2 ആപ്ലിക്കേഷൻ ഞാൻ ഇങ്ങനെ അപ്പുറത്തും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് ഇനിയും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിടാൻ സാധിക്കും. ഇനി നമുക്ക് ഒരേ സമയം 5 ആപ്ലിക്കേഷൻസ് ഒക്കെ വരെ ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്തിടാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, ഈ ഒരു 4 വിരൽ കൊണ്ടൊന്ന് സ്വൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി, അതും ഞാൻ 4 വിരൽ കൊണ്ടൊന്ന് പിൻ ചെയ്യുന്നു. അതുപോലെ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, അതും 4 വിരൽ കൊണ്ട് ഞാനൊന്ന് പിൻ ചെയ്തു. ഇപ്പോൾ 3 ആപ്ലിക്കേഷനായി. വേറൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു, അതും ഇതുപോലെ 4 വിരൽ കൊണ്ട് ഒന്ന് പിൻ ചെയ്തു. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ 5 ആപ്ലിക്കേഷൻസ് വരെ നമുക്ക് ഒരേ സമയം നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്തിടാനൊക്കെ സാധിക്കും ഈ ഒരു ടാബിനകത്ത്. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ചുരുക്കം. ഒന്നിലധികം, അതായത് മാക്സിമം 5 ആപ്ലിക്കേഷൻസ് വരെ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. AI പവേർഡ് സ്മാർട്ട് ആന്റിനയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചർ. അതായത് ഇതിനകത്ത് ആന്റിന സ്മാർട്ടായിട്ട് AI ബേസ് ചെയ്ത് വർക്ക് ചെയ്യും. നമ്മുടെ വീട്ടിൽ കണക്ടിവിറ്റിക്കായിട്ട് ആ ഒരു ഫീച്ചർ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓഫീസിലോ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറുന്ന അനുസരിച്ചുകൊണ്ട് മറ്റ് വൈഫൈകളിലേക്ക് ഓട്ടോമാറ്റിക് സ്വിച്ച് ആയിട്ടുള്ള കണക്ടിവിറ്റി, അതായത് യാതൊരുവിധ ബ്രേക്കും ഇല്ലാതുള്ള മികച്ച കണക്ടിവിറ്റിക്കായിട്ട് ഇത്തരത്തിൽ AI പവേർഡ് സ്മാർട്ട് ആന്റിന ഫീച്ചർ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ നിരവധി AI ഫീച്ചറുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് AI റൈറ്റിംഗ്, AI സമ്മറി തുടങ്ങി നേരത്തേക്കുള്ള OnePlus ഫോണുകളിലൊക്കെ കണ്ടിരുന്ന നോട്ട് ആപ്ലിക്കേഷനിൽ കണ്ടുവരുന്ന നിരവധി AI ഫീച്ചറുകളും ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിട്ടുണ്ട്. സേജ് മിസ്റ്റ്, ഡ്യൂൺ ഗ്ലോ എന്നീ 2 നിറങ്ങളാണ് OnePlus Pad 4 നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. ഇതാണ് ഇതിനോടൊപ്പം വരുന്ന സ്റ്റൈലസ് പ്രോ. ഇതൊരു അഡീഷണൽ ആക്സസറി ആയിട്ടാണ് വാങ്ങേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പെന്നിന്റെ ടിപ്പ് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ ഉള്ള ടിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അത് കൂടാതെ ഇവിടെ വേറൊരു ടിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടിപ്പ് കണ്ടില്ലേ, ഇത് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് ബ്ലാക്കും ആണ്. 2 ടൈപ്പ് ടിപ്പാണ് കൊടുത്തിരിക്കുന്നത് ഒരേ സ്റ്റൈലസിൽ ഉപയോഗിക്കാൻ. അതായത് എഴുതാനായിട്ട് ഒരു ടിപ്പ്, എന്നാൽ പടം വരയ്ക്കാനായിട്ട് മറ്റൊരു ടിപ്പ് എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റൈലസിൽ തന്നെ 2 യൂസ് നടക്കും. അപ്പോൾ എഴുതുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുന്നത്, നമ്മൾ എഴുതുന്നു എന്ന് പറയുന്ന ഒരു ഫീൽ കിട്ടുന്ന തരത്തിൽ ഒരു ചെറിയ ഫ്രിക്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പും, എന്നാൽ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ആ ഒരു ഫ്ലോ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടിപ്പുകൾ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇതൊരു അഡീഷണൽ ആക്സസറിയാണ്. അതുപോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ആ പോഗോ പിൻ കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം വരുന്ന ഒരു കീബോർഡ് ആക്സസറി നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ആ കീബോർഡ് എന്തായാലും നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിട്ടില്ല. ഈ ഒരു സ്റ്റൈലസ് പ്രോ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു പെൻ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്താൽ മതി. ഇത് ചാർജ് ആവുകയും ചെയ്യും. അതുപോലെ ഓട്ടോമാറ്റിക് ബ്ലൂടൂത്ത്
ബ്ലൂടൂത്ത് വഴി ഇത് പെയർ ആവുകയും ചെയ്യും. നല്ല സ്മൂത്ത് ആണ് ഇപ്പോൾ ഉള്ള ഈ ഒരു പെന്ന്. അതുപോലെ ഒരു ടിപ്പ് കൂടി ഇതിൻ്റെയോടൊപ്പം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം വരുന്ന ഈ ഒരു സ്റ്റൈലോ പ്രോ എന്ന് പറയുന്ന സ്റ്റൈലസും അതുപോലെ കീബോർഡ് ആക്സസറീസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് രണ്ടും അഡീഷണൽ ആക്സസറിയാണ്. നമ്മൾ വാങ്ങുമ്പോൾ ഈ ഒരു ടാബ്ലറ്റ് മാത്രമേ കിട്ടൂ. വേണമെങ്കിൽ ഇത് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇത്തരം സ്റ്റൈലസും കീബോർഡും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു OnePlus Pad 4നെ പറ്റി പറയാനുള്ളത്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ടാബ്ലറ്റിന്റെ എല്ലാ വീഡിയോ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അധികം ദിവസം ഇത് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ റിവ്യൂ ചെയ്യുക നിങ്ങളുടെ കമന്റിനനുസരിച്ച്. അപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് ആണ് അടുത്തായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും OnePlus അഗ്രസീവ് ആയിട്ടായിരിക്കും പ്രൈസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ OnePlus Pad 3യുടെ പ്രൈസിനേക്കാൾ ഒരു അല്പം കൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം ഈ പറഞ്ഞ റാമിന്റെ ഒക്കെ പ്രൈസ് കൂടുന്നതുകൊണ്ട് തന്നെ. എങ്കിലും OnePlus അഗ്രസീവ് പ്രൈസിംഗ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കിപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് അറിവായിട്ടില്ല. എന്തായാലും ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് അറിയാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.